മെയ് മാസം 20-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ഒരിക്കൽ കൂടി ദൈവവചനവുമായി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് രക്ഷയുടെ വചനം, നിത്യമായ വചനം, പ്രത്യാശയുടെ വചനം, ദൈവവചനം പഠിപ്പിക്കുവാൻ, അത് പലരിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവംശവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോയി എത്ര അധികം ശുദ്ധീകരിക്കും. അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, കൂടിവരുത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും ഉടൻ സ്വീകരിക്കണമേ. പുത്രൻ മുഖാന്തരം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ, കൃപാസനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ, അത് മനസ്സാക്ഷി തളിക്കപ്പെട്ടവരായി പൂർണ്ണ വിശ്വാസത്തോടുകൂടി, പൂർണ്ണ ഉറപ്പോടുകൂടി അവിടുത്തെ സമീപിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സ്വസ്ഥമായി ജീവിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ. വായിക്കുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഉപയോഗിച്ച് നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ മെയ് 14-ാം തീയതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1948 മെയ് 14-ാം തീയതി ഒരു രാഷ്ട്രമായി തീർന്നു. അത് ഏകദേശം 1900 ശിഷ്ടം വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, അത് പൂർണ്ണമായി അത് യഥാസ്ഥാനപ്പെട്ടു. അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക്, ഒരു വാക്കിനുള്ള വിശ്വസ്തതയ്ക്ക്, പറഞ്ഞാൽ പറഞ്ഞവനാണ്, അതിന് തക്ക സമയത്ത് ഇതിൻ്റെ പദ്ധതി നടക്കുമെന്നുള്ളത് നമുക്ക് പ്രത്യക്ഷമായി കാണാവുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഇസ്രായേൽ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവർക്ക് എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾക്ക്, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിത്യരക്ഷയ്ക്കായിട്ട്, ജീവനായിട്ട്, നിത്യതയ്ക്കായിട്ട്, ദൈവത്തോടു കൂടിയുള്ള വാസത്തിനായിട്ട്, ഇന്ന് അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട്, സ്വസ്ഥതയിലേക്ക് കടക്കാനായിട്ട് എല്ലാം നാം അത് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചും ക്രൈസ്തവർ ദൈവത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലും യേശുവിൽ സ്വജീവനം നൽകുന്ന വീണ്ടെടുപ്പിൽ നമുക്ക് വിശ്വസിക്കാം. ഉറപ്പോടെ പ്രത്യാശയിൽ ജീവിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് കാണാവുന്ന ഉദാഹരണമാകുന്നു ഇസ്രായേൽ. അതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ സന്ദേശം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ആ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഇസ്രായേൽ ചെയ്ത കാര്യങ്ങൾ,
അതേപോലെ തന്നെ തൻ്റെ വാക്കുകളനുസരിച്ച്, വാഗ്ദങ്ങളനുസരിച്ച്, ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകുന്ന വാഗ്ദങ്ങളനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും നമുക്ക് അത് കാണാവുന്ന കാര്യങ്ങളാണ്, മറ്റുള്ളവരിലും കാണാം. എന്നാൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ കാണാൻ വളരെ പ്രയാസമാണ്. ഇസ്രായേലിനെ പോലെ നമുക്കത് പറ്റത്തില്ല. കാരണം സഭ വ്യത്യസ്തമാണ്. അത് ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന സഭയാണ്. അതിൻ്റെ പ്രാദേശികമായ കൂട്ടായ്മ, അവിടെയാണ് നമുക്ക് അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രവർത്തനവും വിശ്വസിച്ച് നമുക്ക് കാണാം. എന്നാൽ അങ്ങനെയുള്ള സഭകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ അതിൻ്റെ ഉത്തരം വളരെ വിചിത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഇസ്രായേൽ എന്നുള്ളത് ദൈവം നമുക്ക് കാണുവാൻ തക്കവണ്ണം തൻ്റെ വചനത്തിൻ്റെ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ വിശ്വസ്തതയുടെ, ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ കാണാവുന്ന ഒരു ഉദാഹരണമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പുതിയൊരു വിഷയം പഠിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച്, അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം, അതിൻ്റെ ഒരു ചെറിയൊരു മുഖവര ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം, അത് മൊത്തമായിട്ട് ഈ 13 അധ്യായങ്ങളും വായിച്ചു കഴിയുമ്പോൾ വിവിധ ഉദ്ദേശങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും മുഖവരയായിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം ആയിരിക്കണം ഈ ലേഖകൻ്റെ, ഈ എഴുത്തുകാരൻ്റെ ഉദ്ദേശം. പരിശുദ്ധാത്മാവിൽ അത് എഴുതപ്പെട്ട് സൂക്ഷിക്കപ്പെട്ട ഈ വചനങ്ങൾ അതായിരിക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് ഞാനത് കണ്ടെത്തുകയാണ് ഉണ്ടായത്. അത് നിങ്ങളിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ തുടർന്നുള്ള പഠനങ്ങളിൽ വിവിധ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനുവേണ്ടി 9-ാം അധ്യായത്തിൻ്റെ, എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. സാധാരണ ബൈബിൾ ചർച്ചകളിൽ ബൈബിളാണ് നമ്മൾ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് പ്രധാനമായിട്ട് വായിക്കാൻ, കാരണം പലപ്പോഴും ഞാൻ ബൈബിൾ തുറന്ന് വായിക്കാറില്ല. കാരണം എൻ്റെ ലാപ്ടോപ്പിൽ ഇതെല്ലാം ഉള്ളത് കൊണ്ട് അത് വായിക്കാൻ എളുപ്പമാണ്. എങ്കിലും ഈ ബൈബിളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എഴുതപ്പെട്ട പുസ്തകമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, തർജ്ജമയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ മൂലഭാഷയിൽ നിന്നുള്ള പഠനമാണെന്നെല്ലാം നിങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കാൻ ഞാൻ വിനീതമായി ആഗ്രഹിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പം ഇതിൽ നിന്ന് ഞാൻ ഈ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ ശുശ്രൂഷിക്കാൻ, ദൈവത്തെ സേവിക്കുവാൻ, അതാണ് ഈ ലേഖകൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദൈവവും അവനെ ശുശ്രൂഷിക്കുന്ന, അവനെ സേവിക്കുന്ന ഒരു ജീവിതവും, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും അവൻ കാൽവരിയിൽ ചെയ്ത പ്രവൃത്തിയുടെ മഹാത്മ്യവും കൊണ്ട് നമുക്കത് സാധ്യമാകും. അതിനുവേണ്ടി ഈ ഭാഗത്ത് പറയുന്നത്, ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുക, ആരാധിക്കുക, സേവിക്കുക. അതെങ്ങനെ സംഭവിക്കാം? എങ്ങനെയാണ് ഈ ദൈവത്തെ നമുക്ക് സേവിക്കാൻ കഴിയുന്നത്? ഈ ആരാധന എന്നുള്ള ആ പദം, അത് സേവനമാണ്. അത് പലപ്പോഴും ഇന്നത്തെ സാഹചര്യങ്ങളിൽ വെറും പാട്ടും കൂത്തുമായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് ആരാധന എന്ന് ഒരു പേര് വിളിക്കുകയാണ്. നമ്മുടെ സൃഷ്ടാവിനെ സേവിക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും, അത് വിശുദ്ധമായ ദൈവത്തിനെ വിശുദ്ധമായി നമ്മൾ സേവിക്കുന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ടാകരുത്. അതിനെയാണ് നമ്മൾ സേവനം, ആരാധന എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായമൊക്കെ നമുക്ക് വായിക്കാം, എനിക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ ആരാധന എന്നുള്ള ആ പദം അത് സേവനമല്ല എന്ന്, അത് ഞായറാഴ്ചകളിലും മറ്റും നടക്കുന്ന
പാട്ടും കോലാഹലവുമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ എബ്രായ ലേഖൻ്റെ എഴുത്തുകാരൻ ഈ പുസ്തകത്തിൻ്റെ ഒരു ഉദ്ദേശമായി എടുത്തിരിക്കുന്നത് ഞാനും നിങ്ങളും, പ്രത്യേകിച്ച് അവനിൽ വിശ്വസിക്കുന്നവർ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമയും നിത്യജീവൻ ലഭിച്ചവരായി ഈ നിത്യജീവനുള്ള ദൈവത്തെ, ആ നിത്യജീവൻ തന്ന ദൈവത്തെ, വിശുദ്ധനായ ദൈവം പാപിയായ എന്നെ രക്ഷിച്ച ആ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെ ദൈവത്തെ സേവിക്കാമെന്നുള്ളതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എങ്ങനെ ദൈവത്തെ സേവിക്കാൻ കഴിയും? ഒന്നാമതായിട്ട് ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്ധകരണത്തിൻ്റെ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വിശദീകരണം ആവശ്യമാണ്. അത് കോൺഷ്യസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്ധകരണം, മനഃസാക്ഷി. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ മനഃസാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഈ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്നുള്ള ആന്തരികമായിട്ട് നമ്മുടെ മനുഷ്യൻ്റെ മനഃസാക്ഷിയിൽ അതിന് അന്ധകരണം എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം, നമ്മുടെ അകത്ത മനുഷ്യനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അവിടെ അത് പണ്ട് ചെയ്തതുപോലെ ജാതീയമായ കാര്യങ്ങൾ ചെയ്ത്, ഇസ്രായേലാണെങ്കിൽ അവർ അനുസരണക്കേട് നടത്തി, അതിൽ നിന്ന് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ കൃപാസനത്തോട് അടുത്ത് അവനെ സേവിക്കുക. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പാപപരിഹാരം നടത്തിയത്. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ എഴുത്തുകാരൻ എഴുതുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവത്തെ സേവിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. കൃപാസനം 9-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 9-ാം അധ്യായം 16-ാം വായിക്കുന്നു. അതിനാൽ തക്ക സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. എന്ന് പറഞ്ഞാൽ നാം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് നമ്മുടെ പ്രവൃത്തിയാലല്ല. അങ്ങനെയുള്ള നിർജ്ജീവ പ്രവൃത്തികളെ എന്നുള്ളൊരു മനസ്സാന്തരവും അതിൽ കൂടെ വന്ന നമ്മുടെ മനസ്സാക്ഷിയിൽ വന്ന ഒരു മാറ്റവും വഴി എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം കൃപ ലഭിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. അതിന് കൃപാസനം എന്നാണ് പറയുന്നത്. ദി ത്രോൺ ഓഫ് ഗ്രേസ് എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ ചെല്ലണം. എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം, രക്ഷിക്കപ്പെട്ട ജീവിതം, ജീവനുള്ള ദൈവത്തിൻ്റെ ജീവൻ ലഭിച്ച നമ്മുടെ ജീവിതം ദൈവത്തെ സേവിക്കുന്നത് തന്നെയാണ്. അതുവഴി ഈ ദൈവമായിട്ടുള്ള കൂട്ടായ്മ, അതിനോടുള്ള സംസർഗം, അവനടുത്തേക്ക് ചെല്ലുക എന്നുള്ളത്. എന്നാൽ ഇന്ന് സഭകൾ, നാമധേയ സഭകൾ, ഇത് തികച്ചും അതിന് വിരോധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇന്ന് സഭയാണ് എല്ലാം ചെയ്യുന്നത്. പ്രയാസങ്ങളും കഷ്ടതകളും വരുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഈ കൃപാസനത്തിലേക്കാണ് അല്ല എന്നുള്ളതാണ് വാസ്തവം. എനി പ്രോബ്ലം ദി ഫസ്റ്റ് തിങ് ഇസ് പ്രയർ എന്നുള്ള ഒരു പ്രമാണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യമേ എനിക്ക് പ്രാർത്ഥിക്കുക, കൃപാസനത്തേക്ക് ചെല്ലുക, നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളത്, പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മൾ ചെല്ലുക എന്നുള്ളത്. അങ്ങനെ ദൈവമായിട്ടുള്ള സംസർഗത്തിൽ, കൂട്ടായ്മയിൽ അവനെ സേവിക്കുന്ന ഒരു ജീവിതം, അതാണ് ദൈവം ഓരോ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാക്കിയത് മഹോന്നതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ കാൽവരി മരണത്തിലൂടെയാണ് എന്നുള്ളത്, അവൻ്റെ പേഴ്സൺ ആൻഡ് ഹിസ് വർക്ക്സ് എന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ആശയം എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ
കൃപാവരത്തിൻ്റെ സമീപിക്കണം, സേവിക്കണം. അങ്ങനെ ദൈവമായിട്ടുള്ളൊരു ജീവിതമാണ്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയുള്ള ജീവിതം. നമ്മൾ മറ്റുള്ള വേദഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി കർത്താവ് യേശുക്രിസ്തു വന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തോട് അടുപ്പിക്കാനാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളായ നമ്മെ, ദൈവം അകന്നു പോയ ഏതാണ്ട് പുറത്താക്കപ്പെട്ട നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജാതനായത്. അത് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വേറെ മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പം അങ്ങനെ ഈ ദൈവത്തെ സേവിക്കുക എന്ന പ്രമാണം നമ്മൾ ഇതിൻ്റെ ഉദ്ദേശമായിട്ട് എബ്രാഹിമിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയിൽ നിർജ്ജീവ പ്രവർത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. ക്ലീൻസ് അഗെയിൻ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ക്ലീൻസിങ് ആവശ്യമാണ്, ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. നമ്മൾ ദൈവവചനത്താൽ മാറ്റപ്പെട്ട, അതുകൊണ്ടാണ് ഇബ്രാഹിം 4:12 വാക്യം വായിക്കുമ്പോൾ അത് ദൈവവചനത്തെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഉപദേശമാണ്. ജീവനും ചൈതന്യവുമുള്ള ദൈവവചനം, അതാണ് നമ്മളെ മാറ്റേണ്ടത്. സഭയല്ല, സഭയുടെ പ്രമാണങ്ങളല്ല, അവിടുത്തെ കുദാശകളല്ല, അവിടുത്തെ പ്രവൃത്തികളല്ല നമ്മൾ മാറ്റിയ ദൈവവചനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന. അങ്ങനെ ദൈവത്തെ സേവിക്കുക, കൃപാസനത്തെ അടുക്കുക, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക. ഇതാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വിഷയം, ഉപദേശവും ഈ ലേഖനത്തിൽ നിന്നോ ഈ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാകുന്നു. അതുമാത്രമല്ല, ഈ പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി അവ പാലിക്കുക തന്നെ നമ്മുടെ ക്രൈസ്തവ ജീവിതം. ദൈവത്തെ സേവിക്കണമെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇബ്രാഹിം ലേഖനത്തിന്റെ എഴുത്തുകാരുടെ ഉദ്ദേശം. ഒന്ന്, ഇസ്രായേലിനെ സംഭവിച്ച അനുസരണക്കേട്. രണ്ടാമതായിട്ട് ജാതീയത, പ്രത്യേകിച്ച് ജാതികളായ നാം വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ഇബ്രാഹിം ലേഖനം. എന്നോട് കൂടെ നിങ്ങളും ഇത് പഠിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ ദൈവത്തെ സേവിക്കാൻ. എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഒരുപാടാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മൾ ക്രിസ്ത്യാനിയായി കഴിയുമ്പോൾ അത് എപ്പോഴാണ് തുടങ്ങുന്നതെന്നുള്ളത് വലിയ വിഷയമാണ്. അത് ജനിക്കുമ്പോഴാണോ, വലിയൊരു വെള്ളം തെളിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കുമ്പോഴാണോ നമ്മൾ ക്രിസ്ത്യാനികളായിത്തീരുന്നത്? ദൈവജനത്തിൻ്റെ അടുത്താണ് നമ്മൾ ഈ സുവിശേഷം, നല്ല വാർത്ത, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, ആ സുവിശേഷം കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളായിത്തീരുന്നത്. അല്ലാതെ വേറെ എന്ത് ചെയ്താലും ഒരു ക്രിസ്ത്യാനി ആവുകയില്ല. ദൈവവചന കേൾവി, അത് സുവിശേഷത്തിൻ്റെ കേൾവി, അതിൻ്റെ വ്യക്തിയായ കർത്താവ് യേശുക്രിസ്തുവും അവൻ്റെ കാൽവരി മരണവും കൂടാതെ ഒരു വ്യക്തിക്കും, അതിനുള്ള വിശ്വാസം കൂടാതെ ഒരു വ്യക്തിക്കും ദൈവവചനപ്രകാരം വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോടെടുക്കുവാനോ രക്ഷ പ്രാപിക്കാനോ ക്രിസ്ത്യാനിയായി തീരുവാനോ അസാധ്യമാണ്. അപ്പം അതുകൊണ്ട് പല ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ജാഗ്രതാ നിർദ്ദേശം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളാണ്. ഇബ്രാഹിം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ച വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനനുസരിച്ച് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വലിയ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. നമ്മുടെ പാശ്ചാത്തലം നോക്കിയാൽ, നമ്മൾ വന്ന വഴി നോക്കിയാൽ, നമ്മുടെ ജനനം, അത് തുടർന്നുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ
എൻ്റെ സുവിശേഷം കേട്ട് അവനിലേക്ക് തിരിയുന്ന, അവൻ വിശ്വസിക്കുന്ന മാത്ര വരെയുള്ള നമ്മൾ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അത് ജാതീയമായ എത്രയോ വർഷത്തെ പ്രയാസങ്ങളിലൂടെ കടന്നാണ് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന എത്രയോ പ്രയാസപ്പെട്ട ദൈവത്തിനും ദൈവവചനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ദൈനംദിനം കടന്നു പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ഒഴുകിപ്പോകാനാണ് സാധ്യത. മനുഷ്യരെ രക്ഷിക്കപ്പെട്ട് ആ രക്ഷയുടെ സന്തോഷത്തിലും സ്വസ്ഥയിലും ജീവിക്കുക എന്നുള്ളത് വളരെ ദുർലഭമായിട്ടുള്ള കാഴ്ച മാത്രമാണ്. എന്നാൽ അതിന് പകരമായിട്ട് പഴയതിലേക്ക് ഒഴുകിപ്പോവുക, പഴയത് നമ്മളെ തള്ളി അതിനോടുകൂടി ഒഴുക്കുക, അതിനുള്ളൊരു ശ്രമം ഇന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം ഇബ്രായ ലേഖനത്തിലെ എഴുത്തുകാരൻ, നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇതാരെ എഴുതി എന്നുള്ളത് വിവാദമാണ് എങ്കിൽ കൂടി ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ് എന്നുള്ള യാതൊരു ബോധ്യമില്ല. ഇത് കാനോനികമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇത് ഈ ജാഗ്രതാ നിർദ്ദേശം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും അതുപോലെ കൃപാസനത്തിലേക്ക് വന്ന് അതേപോലെ കൂട്ടായ്മയിൽ നിരന്തരം ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതില്ല. എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവവചനം പഠിപ്പിക്കണം, ദൈവവചനം കേൾക്കണം, സ്വന്തമായിട്ട് വായിക്കണം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് വളരെ പരമപ്രധാനമാണ്. എങ്കിലും അത് കേൾക്കണം എന്നുള്ളത്, കേട്ട വചനം നമ്മളെ ദൈവം കേൾപ്പിക്കുകയാണ്. ദൈവം വചനത്തിൽ നമ്മളെ വിളിക്കുകയാണ്. എപ്പോഴും വിളിച്ചു, അവൻ അത് അനുസരിച്ചു, അത് വിശ്വസിച്ചു, അത് അവന് നീതിയെ കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസം എത്രയോ പ്രധാനമാണ്. കേട്ട വചനം അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ വചനം കേട്ടിട്ടില്ല എങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. അവൻ്റെ വ്യക്തിത്വവും അവൻ ദൈവപുത്രനാണ്, ക്രിസ്തുവാണ്, യേശുവാണ്. അവൻ്റെ കാൽവരി മരണം അവൻ്റെ സകല പാപങ്ങൾക്കും പോകുവാൻ തക്കവണ്ണം, ശുദ്ധീകരിക്കാൻ തക്കവണ്ണം അവൻ പകരക്കാരനെ നമുക്ക് മരിച്ചു എന്നുള്ള അസുവിശേഷം നിങ്ങൾ കേട്ടാലും അത് വിശ്വസിച്ച് ഇനി ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അത് വിശ്വസിക്കുകയും ഒഴുകിപ്പോകാതിരിക്കാൻ തക്കവണ്ണം ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുക. എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് അത് കൺസിഡർ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ഈ ദൈവത്തിലും ദൈവവചനത്തിലും ആയിരിക്കണം. എന്നാൽ പലപ്പോഴും നമുക്ക് വരുന്ന സംശയം, ഒരാൾ വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ടു അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? അവൻ മടിയനായിത്തീരും? അല്ല, അവൻ ദൈവത്തെ സേവിക്കുന്നതിന് ഉത്സാഹിയായിത്തീരണം. അവന് കൊടുത്തിരിക്കുന്ന കൃപകൾക്കൊത്തവണ്ണം, അവൻ്റെ കഴിവുകൾക്കൊത്തവണ്ണം അധ്വാനിച്ച് ദൈവത്തെ സേവിക്കേണ്ടവരാകണം. മടിയന്മാരല്ല ക്രിസ്ത്യാനികൾ. അതുപോലെ തന്നെ വേറൊരു ജാഗ്രതാ നിർദ്ദേശം ഇവിടെ ഉള്ളത് 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമാണ്. 3:12 ഇബ്രാഹിമിലെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. എത്രയോ സാധ്യമായ കാര്യങ്ങളാണ് ദൈവം എഴുതിയിരിക്കുന്നത്. ഇത് സംഭവിക്കാനായിട്ട് നമ്മൾ ദൈവത്തെ ത്യജിച്ച് കളയാൻ തക്കവണ്ണം ഒരു അവിശ്വാസമുള്ള ഹൃദയമാണ് നമുക്കുള്ളത്. ആ ഉള്ള ഹൃദയത്തിൻ്റെ അതിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് യേശു ക്രിസ്തുവിനെ കാണിച്ചു തരികയും കാൽവരിത്തെ കാണിച്ചു തരികയും അവനിൽ വിശ്വാസിക്കാനുള്ള നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അതിനുള്ള നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങളും അങ്ങനെയാണ്. സാത്താനും അവൻ്റെ പ്രജകളും ചേർന്ന് നമ്മളെ ഇന്ന് നമ്മൾ ജീവനുള്ള ദൈവത്തെ ത്യജിക്കാൻ തക്കവണ്ണം, അവൻ്റെ സേവനത്തിൽ നിന്ന് അവനെ സേവിക്കാൻ, സാത്താനെ സേവിക്കാൻ തക്കവണ്ണമുള്ള വലിയ പ്രവണതകൾ ഉള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയങ്ങളിൽ ആർക്കും അവിശ്വാസമാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പ്രീസപ്പോസിഷനാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതം എവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ചോദിച്ചാൽ അത് എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്.
ദൈവത്തിൻ്റെ അടുത്ത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വിശ്വാസം എന്തായിരിക്കണം? ദൈവമുണ്ട് എന്ന്. ദൈവമുണ്ട്. ദൈവമാണ് സൃഷ്ടാവ്. അവനാണ് എല്ലാത്തിൻ്റെയും ആദ്യം ഉള്ളത്. സൃഷ്ടിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു, സൃഷ്ടിച്ചു. അവന് ദൈവമുണ്ട് എന്നുള്ളത്, അവനെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നുള്ളത്. അതുകൊണ്ട് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, അത് ഈ വേദഭാഗത്തു നിന്നാണ് പലരും ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയുടെ നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഉപദേശങ്ങളിൽ ഒന്നാണ് എബ്രായർ 11:16 അതുകൊണ്ട് ഇത് ത്യജിച്ച് കളയാൻ തക്കവണ്ണം ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയും ഉടമ്പടികളെയും ദൈവം നമ്മൾ കാണിച്ചിരുന്ന കാര്യങ്ങളെ നമ്മൾ ത്യജിക്കാൻ തക്കവണ്ണമുള്ള പ്രവണത സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് നാം പറയുക. അതുകൊണ്ട് ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവിശ്വാസമായ ദുഷ്ടകൃത്യങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക, കരുതുക, നോക്കുക എന്നൊക്കെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാനായിട്ട് ഈ ദൈവത്തിന് അകലാനാണ് നമുക്ക് സാധ്യത. കാണാത്ത ദൈവത്തെ അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ്റെ വാഗ്ദാനങ്ങളുടെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത്. കണ്ടുകൊണ്ടല്ലല്ലോ, വിശ്വാസത്താലാണത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിന് ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ വേദഭാഗത്ത് നൽകുന്നുണ്ട്. അതുപോലെ 10-ാം അധ്യായത്തിൻ്റെ 38 നമ്മൾ പിന്മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. പട്ടി വീണ്ടും ശരതിയിലേക്ക് പോകുന്നത് പോലെ, പന്നി വീണ്ടും ചളിയിലേക്ക് പോകുന്ന പോലെ നമ്മുടെ ദുഷ്ടഹൃദയം, മാനസാന്തരപ്പെട്ട ആ പുതിയ ഹൃദയം, മനസ്സാക്ഷിയിൽ വ്യത്യാസമോ നമുക്ക് അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഒരുപാട് സാധ്യതകൾ ഉള്ളതായിട്ട് ഈ എബ്രായനും പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജാഗ്രത ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വാസ്തവമായി ദൈവത്തെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് 38-ാം വാക്യത്തിൽ, 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളതിൽ അവന് പ്രസാദമില്ല. അതുകൊണ്ട് പിന്മാറാൻ സാധ്യതയുണ്ട്. പിന്മാറ്റത്തിലേക്ക് പോവുക. ദൈനംദിനം ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവമായിട്ടുള്ള കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന് അവനെ സേവിക്കുന്നതിൽ നിന്ന് പിന്മാറുവാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് നാം ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വാസ്തവമായി ദൈവത്തെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സദ്വർത്തമാനം കേട്ട് വിശ്വസിച്ച് മുന്നോട്ട് വന്ന ഇസ്രായേൽ ജനം, അവർക്ക് ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണ്, നിങ്ങൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് നിങ്ങളുടെ ശത്രുക്കളെല്ലാം സംഹരിച്ച് സ്വസ്ഥത ഉള്ള ഒരു നാള് ദൈവം കൊടുത്തിരുന്നു. എന്നാൽ അവരാരും അത് പ്രവേശിച്ചില്ല. കാരണം അത് അനുസരണക്കേട് നിമിത്തം. അതാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഈ എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ നമ്മളോട് പറയുന്നത് ആ സ്വസ്ഥത നമുക്ക് ഇന്ന് സാധ്യമാണ്. ഇസ്രായേലോ നഷ്ടപ്പെടുത്തി, എന്നാൽ നമുക്ക് അത് സാധ്യമാണ്. ആ സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. എന്നാൽ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല. അതിന് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ദൈവത്തെ സേവിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്നാൽ ഒരു സ്വസ്ഥമായിട്ട് ദൈവത്തെ നമുക്ക് സേവിക്കാൻ തക്കവണ്ണം സ്വസ്ഥതയുള്ളൊരു മനസ്സാക്ഷി, വിശ്വാസ ജീവിതം, ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ദൈവമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന് ആ ഒരു ജീവിതം. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, നിന്റെ ദേവാലയത്തിലെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നതാണ് മെച്ചം എന്ന്. കാരണം അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കൃപാസനത്തിനോട് അടുത്തുള്ള ഒരു ജീവിതം. എന്നാൽ അതിന് ഒരുപാട് വിഘ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവ നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ
ദൈവത്തെ സേവിക്കുവാനും വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. 4-ാം അധ്യായത്തിൻ്റെ 1, 2, 11 വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ മുഖവരെ ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇബ്രാഹിമിലെ 4-ാം അധ്യായത്തിൻ്റെ 1, 2, 11 വാക്യങ്ങൾ. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് കേട്ട ഇസ്രായേൽ ജനത്തെക്കുറിച്ച്. കാരണം അനുസരണക്കേടുമ്പോൾ അവർക്ക് സ്വസ്ഥതയിലേക്ക് കടക്കാൻ സാധിച്ചില്ല. 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിന് തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. ഒരു സ്വസ്ഥമായൊരു ജീവിതം. സംഭവബഹുലമായ ഈ ലോകത്തിൽ യുദ്ധം നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തോളം തിരിയുകയാണ്. വിലക്കയറ്റം, സാധനങ്ങളുടെ ആവശ്യമായ സാധനങ്ങൾ ലഭിക്കാനില്ല, ജോലിക്കാരില്ല, ഒരുപാട് അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ ലോകത്തിൽ ഒരു വാസ്തവമായൊരു സ്വസ്ഥത അത് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അത് ക്രിസ്ത്യാനിക്ക് അത് വാഗ്ദാനം ചെയ്യുകയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ തക്കവണ്ണം ഈ കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ കാൽമരണത്തിലും വിശ്വസിച്ച് ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇബ്രാഹിം ലേഖനക്കാരൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സദ്വർത്തമാനം കേട്ട ഇസ്രായേലിന് അത് സാധ്യമായില്ല, കാരണം അനുസരണക്കേട് നിമിത്തം. ഈ സദ്വർത്തമാനം കേട്ട കർത്താവായ യേശുവിന്റെ സുവിശേഷം കേട്ട അവൻ്റെ കാൽവരി മരണത്തിലും അവൻ്റെ വ്യക്തിയിലും അവൻ്റെ പ്രവൃത്തിയിലും ഉള്ള നിത്യരക്ഷ, അതിലൂടെ നമുക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ്സിന് വിരാമമിടാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, എബ്രായ ലേഖനം വളരെ വിപുലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പഴയ നിയമം നന്നായി അറിഞ്ഞാൽ മാത്രമേ, ലേവ്യ പുസ്തകം പോലുള്ള പുസ്തകങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവെ, ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾ സഹായിക്കണമേ. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. അങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാൻ, കൃപാസനത്തിൽ അടുക്കുവാൻ, വ്യക്തിപരമായി അടുക്കുവാനായിട്ട്, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട്, ജീവിതം അനുഗ്രഹമായി തീരുവാൻ ഈ പഠനം മുഖാന്തരമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഖവരാകർത്താവ് തുടരുവാനും പഠനം തുടരുവാനും അവിടെ സഹായിക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.